കോഴിക്കോട് മാനാഞ്ചിറയിലേക്ക് ഡ്രെയിനേജ് വെള്ളം ഒഴുക്കിവിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ. ഡ്രെയിനേജിലെ അഴുക്ക് വെള്ളമാണ് മോട്ടോർ ഉപയോഗിച്ച് മാനാഞ്ചിറയിലേക്ക് ഒഴുക്കിവിട്ടത്. കോർപ്പറേഷനെ ഏൽപ്പിച്ചതാണ് എന്നാണ് കരാറുകാരൻ പറയുന്നത്. ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം മാനാഞ്ചിറയിലേക്ക് അഴുക്കുവെള്ളം കോർപ്പറേഷൻ ഇങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കോർപ്പറേഷന് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് തലയ്ക്ക് വെളിവില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഷഹീദ്, നിരവധി ആളുകൾ വൈകുന്നേരങ്ങളിലും മറ്റുമൊക്കെ സമയം ചെലവഴിക്കുന്ന ഒരിടമാണ് മാനാഞ്ചിറ മൈതാനം. അവിടെ ഒരുപാട് സാംസ്കാരിക ചടങ്ങുകളും പരിപാടികളൊക്കെ നടക്കാറുണ്ട്. മാനാഞ്ചിറയിലേക്ക് ഈ അഴുക്കുവെള്ളം ഒഴുക്കി വിടുന്നത് ഒരു തരത്തിലും യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല. എന്താണ് ഈ സംഭവം? രതീഷ്, തീർച്ചയായും അതുതന്നെയാണ്. ഒരു കോഴിക്കോട് കോർപ്പറേഷൻ നഗരസഭ തന്നെ അതിൻ്റെ ഒരു പൊതുസ്ഥലം മാനാഞ്ചിറ, നമുക്കറിയാം നിരവധി ആളുകൾ എത്തുന്ന സ്ഥലമാണ്. അവിടേക്ക് മലിനജലം ഒഴുക്കിവിട്ട സംഭവം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലം മാനാഞ്ചിറക്ക് പുറത്തുള്ള ഒരു ഡ്രൈനേജാണ്. അവിടെ റോട്ടിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി ഡ്രൈനേജ് ആഴം കൂട്ടുക, വീതി കൂട്ടുക എന്നുള്ള പ്രവൃത്തി നടക്കുന്നുണ്ട്. അതിനു വേണ്ടി ആ പ്രവൃത്തിക്ക് വേണ്ടി അതിനിടയിലാണ് ഈ ഡ്രൈനേജിലെ വെള്ളം മുഴുവൻ മാനാഞ്ചിറയിലേക്ക് ഒഴുക്കിവിട്ട് എന്നുള്ളത് തന്നെയാണ്. ആയിരക്കണക്കിന് ആളുകൾ ദിനംപ്രതി എത്തുന്ന സ്ഥലമാണ്. ആ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ആ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്ത വടകര സ്വദേശിയായ ജിനേഷ് ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹമാണ് ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെ ഒരു ദൃശ്യം കണ്ടത്. നിങ്ങൾ എന്തായിരുന്നു ആ സമയത്ത്? ഞാൻ നോർമലി രാവിലെ നടക്കാൻ വരാറുണ്ട്. അപ്പം ഒരാഴ്ചയായിട്ട് ഞാനിവിടെ കോഴിക്കോടുണ്ട്. ഇതിൽ ഇന്നലെ രാവിലെ നടക്കുന്ന സമയത്ത് ഇതിൽ നിന്നും പമ്പ് ചെയ്ത് മോട്ടോർ ഒഴിച്ച് പമ്പ് ചെയ്ത് നമ്മുടെ പുൽത്തകിടിയിലേക്ക്, മാനാഞ്ചിറയുടെ പുൽത്തകിടിയിലേക്ക് ഈ ഡ്രെയിനേജ് വാട്ടർ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സമയത്ത് അതെ നല്ല ഒരു ബാഡ് സ്മെല്ലും അതുപോലെ പിന്നെ കറുത്ത കളറാണ് ഉണ്ടായിരുന്നത്. അതുപോലെ ഞാൻ അവരോട് സംസാരിച്ചിരുന്ന സമയത്ത് അവർ നോർമലി എൻ്റെ അടുത്ത് തട്ടിക്കയറുകയാണ് ചെയ്തത്. അവർക്ക് ഓർഡർ കൊടുത്തിരിക്കുന്നത് കോർപ്പറേഷനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അതിൽ കോർപ്പറേഷനാണല്ലോ ഉത്തരവാദി, ഈ കാര്യങ്ങൾക്ക് ഉത്തരവാദി കോർപ്പറേഷനായിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ് സ്പോർട്സ് കൗൺസിലാണ് അവർക്ക് പെർമിഷൻ കൊടുത്തിരിക്കുന്നതെന്ന്. അപ്പോൾ അവർക്ക് തന്നെ കറക്റ്റായിട്ട് അറിയില്ല അവർക്ക് ആരാണ്. പിന്നെ പോലീസിൽ പരാതിപ്പെട്ടു. അതെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പോലീസിൽ പരാതിപ്പെട്ടു, ടൗൺ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടു. അവർ കേസാക്കിയിട്ടില്ല. ഞാൻ FIR ഇടാൻ പറഞ്ഞിട്ടും അവർ FIR ഇട്ടിട്ടില്ല. SHOയ്ക്ക് ഞാൻ വീണ്ടും റിക്വസ്റ്റ് കൊടുത്തായിരുന്നു വൈകുന്നേരം. വീണ്ടും കേസാക്കാത്തത് കൊണ്ട് ഞാൻ ഒരു ഈവനിങ് ടൈമിൽ ഒരു 4 മണി 5 മണി സമയത്ത് കമ്മീഷണർ ഓഫീസിൽ പോയിട്ട് അതിൻ്റെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം കമ്മീഷണർ എന്നോട് പറഞ്ഞിരിക്കുന്നത് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം, അതുപോലെ നടപടികൾ എടുക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഈ രീതിയിലാണ് ജിനേഷ് ഇത് ഷൂട്ട് ചെയ്തപ്പോഴാണ് ഈ ദൃശ്യം പുറത്തേക്ക് നമ്മൾ കണ്ടത്, നമ്മുടെ ശ്രദ്ധയിലും പെട്ടത്. അതായത് ഈ ഡ്രൈനേജ് വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായി മലിനജലം അത് മറ്റേതെങ്കിലും വാഹനത്തിൽ കയറ്റി പുറത്ത് കൊണ്ടുപോയി ആളുകൾക്ക് അപകടമില്ലാത്ത രീതിയിൽ അത് പുറത്ത് നിക്ഷേപിക്കുകയാണ് വേണ്ടത്. അതിന് പകരം എന്തടിസ്ഥാനത്തിലാണ് കോർപ്പറേഷൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് എന്നുള്ളത് നമ്മൾ ആരോഗ്യവുമായി പറഞ്ഞത്. ഈ മാനാഞ്ചിറ അത് വൃത്തിയാക്കണേ തന്നെ ഇനി വേറെ പൈസ മുടക്കേണ്ടി വരുമല്ലോ കോർപ്പറേഷൻ. തീർച്ചയായും ദിവിഷ്, അതായത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് ഇത് പണി ഏൽപ്പിച്ചതാണ്, അവരാണ് ഇത് ചെയ്തത്. ഇങ്ങനെ ഒരു പ്രശ്നം നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്ന് മാത്രമാണ് അവർ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇന്നലെ ഈ കോർപ്പറേഷനിൽ പരാതി കൊടുത്ത സമയത്തിന് അവർക്ക് ഇത് തടയാമായിരുന്നു അല്ലേ ജിനേഷ്? അതെ. ഇത് കോർപ്പറേഷനിലെ ഓഫീസിൽ ഞാൻ പരാതി കൊടുത്തിട്ടില്ല, പക്ഷേ പോലീസിൽ പരാതി കൊടുത്തു. അവർ രാവിലെ വന്ന് തടഞ്ഞു. അതുപോലെ ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസിൽ പോയി നേരിട്ട് ഹെൽത്ത് ഇൻസ്പെക്ടറെ കണ്ടിരുന്നു. അപ്പോൾ അവർ കേസ്മാർട്ട് ആപ്ലിക്കേഷനിൽ പരാതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. നോർമലി നമുക്കറിയാം കേസ്മാർട്ട് സമയത്തിന് തടഞ്ഞൂടായിരുന്നു ഇത്. അതെ. നേരത്തെ, അതായത് ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് ഇത് 2 ദിവസം മുന്നേ തന്നെ അറിയായിരുന്നു ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അവർ ആക്ഷൻ എടുക്കേണ്ടത് ആ ടൈമിൽ തന്നെ അവർ സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു. അവർ ചെയ്തിട്ടില്ല. അതായത് ഇങ്ങനെ ഒരു നിയമലംഘനം നടക്കുന്നു. അതായത് പബ്ലിക് സ്ഥലത്തേക്ക് ഡ്രൈനേജിലെ അഴുക്ക് വെള്ളം ഒഴുക്കി വിടുന്നു എന്നുള്ള കാര്യം കോർപ്പറേഷൻ അധികൃതരെ അവർക്ക് അറിയാമെന്ന്, അവരാണ് അതിന് അനുമതി കൊടുത്തത്. പരാതിപ്പെട്ട സമയത്തെങ്കിലും അത് തടയേണ്ടിയിരുന്നു, അത് ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഗുരുതരമായ, അതായത് കോർപ്പറേഷൻ തന്നെ ഇങ്ങനെ ഒരു നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുമ്പോൾ